ഹിന്ദു വോട്ട് ലക്ഷ്യം വെച്ചുള്ള മന്ത്രി സജി ചെറിയാന്റെ നീക്കങ്ങൾ നടക്കില്ലെന്ന് ബി.ജെ.പി. നേതാവ് കെ. സുരേന്ദ്രൻ. സമുദായ സംഘടനകൾ പറയുന്നതിനപ്പുറം ചിന്തിക്കാൻ ജനങ്ങൾക്കറിയാമെന്നും എൻ.എസ്.എസ്. ജനറൽ സെക്രട്ടറിക്കും സുരേന്ദ്രൻ മറുപടി നൽകിയിട്ടുണ്ട്. ജനങ്ങൾ മാറ്റത്തിനായി ആഗ്രഹിക്കുന്നു. പാർട്ടി നേതാക്കളുടെ അഭിപ്രായങ്ങളിലൂടെ മുന്നോട്ടു പോകാതെ സ്വന്തമായി ചിന്തിച്ച് കാര്യങ്ങൾ തിരഞ്ഞെടുക്കാൻ അവർക്കറിയാം. വർഷങ്ങളായി ഇടതും വലതും മാറി മാറി ഭരിക്കുന്ന കേരളത്തിനായി ഒരു മാറ്റത്തിനായിട്ടാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. മാത്രമല്ല, നായർ ഈഴവ സമുദായങ്ങളുടെ കുത്തക ഏതെങ്കിലും പ്രത്യേക സംഘടനകൾക്കല്ലെന്ന് ബി.ജെ.പി. മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ. സുരേന്ദ്രൻ വ്യക്തമാക്കി. സമുദായ സംഘടനകൾ പറയുന്നതിനപ്പുറം ചിന്തിക്കാൻ ഇന്ന് ജനങ്ങൾക്കറിയാമെന്നും എൻ.എസ്.എസ്. ജനറൽ സെക്രട്ടറി ജി. സുകുമാരൻ നായർക്കുള്ള മറുപടിയായി സുരേന്ദ്രൻ വ്യക്തമാക്കി. ഭൂരിപക്ഷ സമുദായങ്ങൾ ഒന്നിക്കുന്നത് കാണുമ്പോൾ മുന്നണികൾക്ക് അങ്കലാപ്പാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഹിന്ദു വോട്ട് ബാങ്കിൽ വിള്ളലുണ്ടാക്കി രാഷ്ട്രീയ നേട്ടം കൊയ്യാമെന്ന് സജി ചെറിയാന്റെ മോഹം നടപ്പിലാകില്ലെന്നും സുരേന്ദ്രൻ പരിഹസിച്ചു. 2 ഹിന്ദു വോട്ട് കിട്ടാനാണ് സജി ചെറിയാന്റെ പരിശ്രമം. എന്നാൽ അത് നടപ്പില്ല മോനെ സജി ചെറിയാനെ എന്നും സുരേന്ദ്രൻ പരിഹസിച്ചു. ചെങ്ങന്നൂരിൽ സജി ചെറിയാൻ വിജയിക്കുന്നത് പോപ്പുലർ ഫ്രണ്ടിന്റെ വോട്ട് വാങ്ങിയാണെന്നും സുരേന്ദ്രൻ ആരോപിക്കുകയും ചെയ്തു. വോട്ട് ലക്ഷ്യം വെച്ച് സമുദായങ്ങളെ പ്രീണിപ്പിക്കാനാണ് മന്ത്രി സജി ചെറിയാൻ ശ്രമിക്കുന്നത്. എന്നാൽ ഇത്തരം നീക്കങ്ങൾ കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങൾ തിരിച്ചറിയുമെന്നും സജി ചെറിയാന്റെ രാഷ്ട്രീയ നാടകങ്ങൾ ഇനി ചിലവാകില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സമുദായങ്ങളുടെ പേരിൽ വോട്ട് കച്ചവടം നടത്തുന്ന രീതിക്ക് അന്ത്യം കുറിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. മന്ത്രി സജി ചെറിയാന്റെ വിവാദ പരാമർശത്തിനോട് ശക്തമായ ഭാഷയിൽ പ്രതികരിച്ച് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും രംഗത്തെത്തിയിരുന്നു. മന്ത്രിയുടെ പ്രസ്താവന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അറിവോടെയാണെന്നും മന്ത്രി കേരളത്തിലെ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. സജി ചെറിയാന്റേത് വിദ്വേഷ പ്രസ്താവനയാണെന്നും വർഗീയത ആളിക്കത്തിക്കുന്നത് തലമുറകളോടുള്ള ക്രൂരതയാണെന്നും അദ്ദേഹം കൊച്ചിയിൽ മാധ്യമങ്ങളോട് വ്യക്തമാക്കി. എൻ.എസ്.എസ്. എസ്.എൻ.ഡി.പി. വിമർശനത്തിനും സമുദായ നേതാക്കളുമായി തർക്കിക്കേണ്ടെന്ന കോൺഗ്രസിലെ ഒരു വിഭാഗത്തിന്റെ അഭിപ്രായത്തിന് ശേഷവും നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് വി.ഡി. സതീശൻ. വ്യക്തിപരമായ ലാഭനഷ്ടങ്ങൾ ഉണ്ടായാലും വർഗീയതയ്ക്കെതിരായ നിലപാടിൽ വെള്ളം ചേർക്കില്ലെന്ന് സതീശൻ വ്യക്തമാക്കി. സമുദായ നേതാക്കളെ പറ്റി മോശമായി പറ്റില്ലെന്നും വി.ഡി. സതീശൻ ആവർത്തിച്ചു. സമുദായ നേതാക്കൾ മുന്നിലിരുന്നാൽ മതി, കിടക്കേണ്ട എന്നാണ് തന്റെ നിലപാട്. പോകുന്നത് തിണ്ണനിരങ്ങലാണ് എന്ന് അവർ കരുതുന്നുണ്ടെങ്കിൽ പോകാതിരിക്കാമെന്നും അദ്ദേഹം പറഞ്ഞു. മാത്രമല്ല, കേരളത്തിൽ തീപ്പൊരി വീഴാൻ കാത്തിരിക്കുന്നവരുടെ കൈകളിലേക്ക് തീപ്പന്തമെറിഞ്ഞു കൊടുക്കുന്ന നടപടിയാണ് CPM ചെയ്യുന്നതെന്നും പറഞ്ഞു. തീക്കൊള്ളിക്കൊണ്ട് തല ചൊറിയുന്നതിന് തുല്യമാണിത്. കേരളത്തിൽ CPMന്റെ അവസാനത്തിന്റെ ആരംഭം ഇതുകൊണ്ട് കുറിക്കും. ആർക്കാണ് ഇതുകൊണ്ട് ലാഭമുണ്ടാകുക കാണാം. ഞാൻ ഈ പറയുന്നത് കുറിച്ചു വെച്ചോ എന്നും സതീശൻ പറഞ്ഞു. ആളുകളെ ഭിന്നിപ്പിച്ച രാഷ്ട്രീയ ലാഭമുണ്ടാക്കാൻ സംഘപരിവാർ പാതയാണ് CPM തിരിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സമുദായ നേതാക്കൾ തന്നെ താരതമ്യം ചെയ്ത് ഏതെങ്കിലും കോൺഗ്രസ് നേതാക്കളെ പുകഴ്ത്തി പറയുന്നതിൽ തനിക്ക് സന്തോഷമേ ഉള്ളൂവെന്നും കൂട്ടിച്ചേർത്തു. തന്നേക്കാൾ മികച്ച നേതാക്കൾ പാർട്ടിയിലുണ്ട്. രമേശ് ചെന്നിത്തല തന്റെ നേതാവാണെന്നും വ്യക്തമാക്കി. രാഷ്ട്രീയ നേതാക്കൾ പരിധി വിട്ട് സമുദായ നേതാക്കളെ ആശ്രയിച്ച ഒരു കാലത്ത് താൻ വിമർശിച്ചിട്ടുണ്ട്. രാഷ്ട്രീയ നേതാക്കളെയാണ് വിമർശിച്ചതെന്നും സതീശൻ പറഞ്ഞു. സമുദായ നേതാക്കൾ ഇരിക്കാൻ പറയുമ്പോൾ ഇരിക്കാനേ പാടുള്ളൂ, കിടക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അവരുടെ മുന്നിൽ കിടക്കില്ല, ഇരിക്കുകയുള്ളൂ. കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് കാലത്ത് NSS ആസ്ഥാനത്ത് സതീശൻ എത്തിയിരുന്നെന്ന സുകുമാരൻ നായരുടെ പരാമർശത്തോടും അദ്ദേഹം പ്രതികരിച്ചു. ഞാനൊരു പ്രാവശ്യമല്ല, പല പ്രാവശ്യം പോയിട്ടുണ്ട്. വെള്ളാപ്പള്ളി നടേശന്റെ വസതിയിൽ പോയിട്ടുണ്ട്. മുഴുവൻ സമുദായ നേതാക്കളെ കാണാൻ പോകാറുണ്ട്. ഇപ്പോഴും നേരത്തെയും പോയിട്ടുണ്ട്. രാഷ്ട്രീയ നേതാക്കൾ സമുദായ നേതാക്കളെ കണ്ട് കൂടിക്കാഴ്ച നടത്തുന്നതിൽ എന്താണ് തെറ്റ്? കഴിഞ്ഞ തിരഞ്ഞെടുപ്പിന് മുമ്പ് ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും അഭ്യർത്ഥിച്ചതനുസരിച്ചാണ് ഞാൻ പെരുന്നയിൽ പോയത്. അതിനെന്താണ് കുഴപ്പം? പ്രതിപക്ഷ നേതാവായതിനു ശേഷവും ഞാനും KC വേണുഗോപാലും സുകുമാരൻ നായരെ സന്ദർശിച്ചിട്ടുണ്ട്. അദ്ദേഹം ആശുപത്രിയിലായിരുന്നപ്പോൾ സന്ദർശിച്ചിട്ടുണ്ട്. വെള്ളാപ്പള്ളി നടേശനുമായി ദീർഘനേരം സംസാരിച്ചിട്ടുണ്ട്. അതിലെന്താണ് കുഴപ്പമെന്നും സതീശൻ ചോദിച്ചു. അതേസമയം സഖാക്കളുടെ ഭരണത്തിന് അന്ത്യം കുറിക്കുന്നതിനുള്ള നീക്കമാണ് നടക്കാൻ പോകുന്നത് എന്നാണ് ഇതിൽ നിന്നെല്ലാം മനസ്സിലാകുന്നതെന്നും നിരീക്ഷകർ വ്യക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.